ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂ വരാതിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ഭാഗം, അതായത് രേവതി നേരെ ആന്റണിയെ കാണാൻ ചെല്ലുകയും ആന്റണിയുടെ മുഖത്ത് നോക്കി തന്നെ 3-5 ഡയലോഗൊക്കെ പറയുന്നതായിട്ട് ഭാഗങ്ങൾ കണ്ടതാണല്ലോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും രേവതി ആന്റണിയെ കാണാൻ ചെല്ലുന്നത്, എന്ത് സത്യമായിരിക്കും മഹേഷ് രേവതിയോടായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുക, ഇതെല്ലാം തന്നെ നമുക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടല്ലേ. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായിട്ട് എന്ന രീതിക്ക് ആന്റണി നേരെ കാർ സ്റ്റാൻഡിൽ എത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും തന്നെ എന്നെയും ശരത്തിനെയും സച്ചി തല്ലിയ സമയത്ത് പ്രതികരിച്ചില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സച്ചിയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നാളെ തന്നെ പലിശ അടച്ചില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ കാറുമായിട്ട് നാളെ തന്നെ ഞാൻ പോകും, അതല്ല എന്നാണെങ്കിൽ സച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണവുമായിട്ട് വരട്ടെ എന്നൊക്കെ ആന്റണി വെല്ലുവിളിക്കുന്നുണ്ടല്ലേ. അതിനുശേഷം സച്ചി കാർ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് സച്ചിയുടെ കൂട്ടുകാർ ആന്റണിയോട് വന്നിരുന്നുവെന്നും നാളെ തന്നെ പലിശ അടച്ചില്ല എന്നാലും ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ സച്ചിയോടായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പം താൻ കാരണം തൻ്റെ കൂട്ടുകാർക്ക് ഒരിക്കലും കാർ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെ സച്ചി കാറ് വിറ്റിട്ടാണ് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പണം നൽകുന്നത്. അതിനുശേഷം ഈ ഒരു വിവരം വീട്ടിൽ ആരും തന്നെ, അതായത് രവിയോ രേവതിയോ ആരും തന്നെ അറിഞ്ഞിട്ടില്ല, നീയൊട്ട് പറയുകയും ചെയ്തതിന് മഹേഷിനോടായിട്ട് സച്ചി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മുടെ സച്ചി ഓട്ടോയെ കൊടുത്തിട്ട് പോകുന്ന സമയത്ത് പല തവണകളായിട്ട് രവി ചോദിക്കുന്നുണ്ട്, പിന്നെ കാർ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാർ സ്റ്റാൻഡിലാണ്, അവിടെ നിന്ന് ഇടയ്ക്ക് മഹേഷ് തൻ്റെ വണ്ടിയാണ് ഓട്ടം കൊണ്ടുപോകുന്നതെന്നൊക്കെ നമ്മുടെ സച്ചി നുണ പറയുകയാണ്. കാരണം സത്യം നമ്മുടെ സച്ചിക്ക് തുറന്നു പറയാൻ പറ്റുകയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ശരത്തിന്റെ കാര്യം എല്ലാവരുടെയായിട്ട് തുറന്നു പറയണമല്ലോ. അതുകൊണ്ട് തന്നെ സച്ചി ആ ഒരു രഹസ്യം അവിടെ മൂടി വെക്കുകയാണ്. എന്നാൽ സച്ചി കാറ് വിറ്റുവെന്നും ഓട്ടോയാണ് ഇപ്പോൾ ഓടിക്കുന്നതെന്നുമുള്ള വിവരം ശ്രുതിയായിട്ട് അറിയുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു ഓട്ടോ കാണുമ്പോൾ കൈ നീട്ടുകയാണ്. ആ ഓട്ടോയെ ഓടിച്ചുകൊണ്ട് വരും നമ്മുടെ സച്ചിയാണ്. ഈ സമയത്ത് സത്യം പറയുന്നത്, അതായത് ഇപ്പോൾ ഓട്ടോയാണോ ഓടിക്കുന്നതെന്ന് അറിയാനായിട്ട് ശ്രുതി പലതവണകളായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പരാജയപ്പെട്ട് പോവുകയും ചെയ്യട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് കൃത്യസ്ഥലത്ത് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് ശ്രുതിയും മീരയും കൂടി ഒളിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സച്ചിക്ക് അറിയാവുന്ന ഒരാൾ അതിലെ വന്നിട്ട് ചോദിക്കുന്നത്, ആ സച്ചി നീ ഇപ്പം എൻ്റെ ഓട്ടോ ഓടിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാറ് വിറ്റു, ഓട്ടോ തൽക്കാലത്തേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സച്ചി ഇങ്ങനെ അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു സംസാരം നമ്മുടെ ശ്രുതിയും മീരയും കേൾക്കാൻ ഇടവരികയാണ്. വേഗം തന്നെ മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, മീര നീ പാർലറിലേക്ക് പോക്കോ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഈ ഒരു ബോംബായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രയോടായിട്ട് ഇക്കാര്യം പറയുന്ന സമയത്ത് സച്ചിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ചന്ദ്ര വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, ആന്റിയുടെ വീണ്ടും ആധാരം പണയം വെച്ചിട്ടില്ല അങ്കിൾ ഈ ഒരു കാറ് സച്ചിക്ക് തിരികെ കൊടുത്തു. അപ്പോൾ സച്ചി കാറ് വിറ്റെങ്കിൽ അതിൻ്റെ ആ ക്യാഷ് എല്ലാം കിട്ടേണ്ടത് ആന്റിക്കല്ലേ, ആ ക്യാഷ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ്. വേഗം ചന്ദ്ര രവിയുടെ അടുത്തേക്ക് ഓടിച്ചില്ലാന്നിട്ട് സച്ചി കാറ് വിറ്റു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവി ആകെ ഞെട്ടുന്നുണ്ട്. എന്നാൽ ഒന്നും കാണാതെ സച്ചി കാറ് വിൽക്കുകയില്ല എന്ന് രവിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമിക്കാവും, വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ്. ഇതിനിടയിൽ നമ്മുടെ രേവതിയും മാർക്കറ്റിലേക്ക് പൂ മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി ഓട്ടോ ഓടിച്ച് വരുന്നത് യാദൃശ്ചികമായി തന്നെ കാണുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് രണ്ടുപേരും പിണക്കത്തിലായതുകൊണ്ട് തന്നെ എന്താണ് കാരണമെന്ന്, കാർ എവിടെയാണെന്നെല്ലാം തന്നെ രേവതി തൊട്ട് സച്ചിയോട് ചോദിക്കുന്നില്ല. അപ്പോൾ രേവതിയും ശ്രുതിയും സത്യം അറിയുന്നത്, അതായത് നമ്മുടെ സച്ചി ഇപ്പോൾ ഓട്ടോയാണ് ഓടിക്കുന്നതെന്നുള്ള സത്യം ഒരേ ദിവസം തന്നെയാണ് അറിയുന്നത്. എന്നാൽ രേവതി വന്നേക്കാളും മുന്നേ തന്നെ ശ്രുതി വീട്ടിൽ വന്ന് ഈ ഒരു വിവരം പറയുന്നുണ്ട്. രേവതി തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവ് വണ്ടി വിറ്റു എന്നുള്ള കാര്യം നീ അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിഞ്ഞു, പക്ഷേ ഇപ്പം മാർക്കറ്റിൽ പോയ സമയത്താണ് അദ്ദേഹം ഓട്ടോ ഓടിച്ചു വരുന്നത് ഞാൻ കണ്ടത്, അതിന് മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും നീ കള്ളം പറയുകയല്ല, നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ഒരു നിമിഷം പോലും നിനക്ക് രേവതിയെ വഴക്ക് പറയാൻ പറ്റില്ലല്ലേ ചന്ദ്രേ, നിന്റെ വായി നിറച്ച് മിണ്ടായിരിക്കും, സച്ചി വരുമ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാമെന്നൊക്കെ രവി പറയുകയാണ്. അങ്ങനെ സച്ചി വരുന്ന സമയത്ത് രവി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി താൻ വണ്ടി വിറ്റു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ശ്രുതിയെ രൂക്ഷമായിട്ട് തന്നെ നോക്കാണ്ട്, കാരണം ശ്രുതിയാണ് ഈ വിവരം വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ്. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് വണ്ടി വിറ്റതെന്ന് ആ സമയത്ത് സച്ചി പറയുന്നില്ല. സച്ചി പറയുകയാണ്, അച്ഛനോട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറയാം, കുറച്ച് നാളും കൂടെ അച്ഛൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് സച്ചി വണ്ടി വിറ്റതെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ നമ്മുടെ രേവതി നേരെ കാർ സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്. മഹേഷിനോടായിട്ട് സത്യങ്ങളെല്ലാം ചോദിച്ചറിയാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് കാറ് വിറ്റത് എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും രേവതിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ മഹേഷ് പറയുന്ന മറ്റൊരു കാര്യം, അതായത് മഹേഷ് പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് പൈസ അടയ്ക്കാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ സച്ചി ആന്റണിയുടെ കാല് പിടിച്ച് ക്ഷമ പറയുകയാണെങ്കിൽ ആന്റണി ഞങ്ങളുടെ വണ്ടി തിരികെ തരാമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം രേവതിയോട് പറയുന്ന സമയത്ത് രേവതിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. രേവതി പറയുന്നുണ്ട്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ അവനെപ്പോലെ റൗഡിയുടെ കാല് പിടിക്കാൻ ചെല്ലണം, അവനെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആന്റണി നല്ല രീതിയിൽ തന്നെയാണ് രേവതിയെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ശരത്തിന്റെ പെങ്ങളാണല്ലോ രേവതിയോട് എന്തെങ്കിലും അനിഷ്ടക്കേട് കാണിച്ചു കഴിഞ്ഞാൽ തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന തുറുപ്പ് ചീട്ടായ ശരത്ത് അതേപടി തന്നെ വിട്ടു പോകുമെന്ന് ആന്റണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആന്റണി തിരിച്ച് പ്രതികരിക്കുന്നില്ല. രേവതി തന്നെ പറയുന്നത്
പറയുന്നുണ്ട്, ഇനി മേലാൽ എൻ്റെ സച്ചേട്ടൻ്റെ മുന്നിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ എവിടെയാണ് നിൽക്കുന്നത് അവിടെ വന്ന് ഞാൻ നിന്നെ ചെരുപ്പൂരി തല്ലും. എന്താ എൻ്റെ സച്ചേട്ടനെ പറ്റി വിചാരിച്ചത്? സച്ചേട്ടൻ്റെ രോമത്തിൽ തൊടാൻ പോലുള്ള കഴിവ് നിനക്കില്ല എന്നൊക്കെ നമ്മുടെ രേവതി ആന്റണിയോടായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു വെല്ലുവിളികൾ നടത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം കേട്ടിട്ടും ആന്റണി പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ആന്റണിയുടെ കൂടെ നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ആന്റണി ചായൻ എന്താ ഒരു പെണ്ണിങ്ങനെ വന്ന് ഒച്ചെടുത്തിട്ട് ആന്റണി ചായൻ പ്രതികരിക്കാൻ എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു തുറുപ്പുചീട്ടാണ് ശരത്ത്. അവൻ്റെ പെങ്ങൾക്ക് വേദനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരത്ത് ചോദിക്കാൻ വരും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകരും. അത് പറ്റില്ല, എനിക്ക് അവനെ മുൻനിർത്തി വേണം രേവതിയെ സച്ചിയും തമ്മിൽ അകറ്റാൻ. സച്ചിക്കായിട്ടുള്ള കെണിയാണ് ശരത്ത് എന്നൊക്കെ ആന്റണി പറയുകയാണ്. എന്നിരുന്നാലും നമ്മുടെ രേവതിയുടെ വാക്കുകൾ നല്ല രീതിയിൽ തന്നെ ആന്റണിക്കിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.